നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യാവൂരിൽ കാട്ടാന ശല്യം രൂക്ഷം. ഭീതിയോടെ ജനങ്ങൾ. കൃഷിയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യ ബോധവൽക്കരണവും. പഞ്ചായത്ത് തല ഇന്റർ സെക്ടറൽ മീറ്റിംഗും ആരോഗ്യരംഗത്തെ മികവുകൾ വിലയിരുത്തലും നടന്നു. തിരുവോണം ബമ്പർ പ്രകാശനം ചെയ്തു. രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക്. ഒന്നാം സമ്മാനം റെക്കോർഡ് തുകയായ 25 കോടി തന്നെ. വാർത്തകൾ വിശദമായി. പയ്യാവൂർ പഞ്ചായത്തിൽ കാട്ടാന ശല്യം രൂക്ഷം. ആടാൻ പാറപ്പള്ളി വികാരി ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് നാട്ടുകാർ. പയ്യാവൂർ പഞ്ചായത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്നു. കാട്ടാനയെ പ്രതിരോധിക്കാൻ സോളാർ തൂക്കുവേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നാട്ടിലുള്ള കാട്ടാനകളെ ഫോറസ്റ്റിലേക്ക് തിരികെ അയക്കാൻ വനം വകുപ്പ് തയ്യാറാവാത്തതാണ് പ്രശ്നം രൂക്ഷമാകാൻ കാരണം. ആന ഇന്നലെ ഒരു 3 ദിവസമായിട്ട് അടുപ്പിച്ച് ഇവിടെ തന്നെയാ. ഫോറസ്റ്റുകാരോട് പറയുകയും ചെയ്തു, പക്ഷെ അവര് വന്ന് അന്വേഷിച്ചൊന്നുമില്ല. അവർക്ക് വണ്ടി ഇല്ലാന്നാണ് അവർ പറയുന്നത്. ഇപ്പുറത്ത് കിടക്കുന്ന ആനയല്ല, ഇപ്പുറത്ത് തന്നെ വേലിക്ക് ഇപ്പുറത്തുള്ള ആനയൊന്നും അന്ന് ഓടിച്ച് കയറ്റാതെ തന്നെയല്ലേ വേലി ഇത് വൈദ്യുതീകരിച്ചത്. അത് കാരണം കൊണ്ട് ആനയല്ല ഇപ്പുറത്ത് തന്നെയാ. വിടാൻ ശ്രമിക്കുന്നുമില്ല. അവര് വന്ന് 2 പടക്കം പൊട്ടിക്കും, അവര് പോകും. വന്ന് 2 പടക്കം പൊട്ടിച്ചു, അങ്ങനെ അവര് പോകും. പിന്നെ നമ്മളിവിടെ കിടന്നിട്ട് പേടിച്ചിട്ട് ഇവിടെ നിന്ന് വീട് വിട്ട് പോകണ്ടേ. പണ്ട് രാത്രി മാത്രം ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്ന ആനകൾ ഇപ്പോൾ പകലും കൃഷി നശിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ പോയി അല്ലാണ്ട് ഇങ്ങനെ ഈ സാഹചര്യത്തിൽ അങ്ങനെ ഇവിടെ കിടക്കാൻ പറ്റും? ഞാൻ വീട്ടിൽ തന്നെ കിടക്കും, അല്ലാണ്ട് പിന്നെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ മാർഗമുണ്ടോ? നമുക്ക് ഇവിടെ അടുത്ത് ആളെ അടിച്ചേരിയ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. രാത്രി ഇവിടെ നേരത്തോടെ പോകാൻ പറ്റും. വർഷക്കാരെ വിളിച്ച് ആരെല്ലാം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നിട്ട് അവർ ഇവിടെ വന്നു. അവർ ഇവിടെ വന്നിട്ട് 5-6 പടക്കം എന്നിട്ട് പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. നമുക്ക് നിലവിൽ ഇതുവരെ ഈ കാലഘട്ടത്തിൽ ഇതുവരെ ആയിട്ട് നമുക്ക് ഈ ആന ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു വർഷം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരോട് വിളിക്കുമ്പോൾ പറഞ്ഞു ഇന്നലെ ഞാൻ ഫോറസ്റ്റ് വിളിച്ച് കഴിയുമ്പോൾ ഫോറസ്റ്റ് രാത്രി 12:30 ഫോറസ്റ്റ് വിളിച്ച് കഴിയുമ്പോൾ ഫോറസ്റ്റ് പറഞ്ഞു ആരെല്ലാം ഒരാൾ അങ്ങോട്ട് ചെല്ലാം. ഞാൻ എന്നിട്ട് രാത്രി ജീവൻ പണയം വെച്ചിട്ട് ഞാൻ അവിടുത്തെ വണ്ടി എടുത്തിട്ട് പോവുക. ഇതേപോലത്തെ സാഹചര്യങ്ങൾ നമുക്ക് ഇവിടെ ഉള്ളത്. കുഞ്ഞിൻ്റെ പിന്നെ ഇരുപക്കാട് രവിയുടെ ഇവരുടെയൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ. ഈ ആനയുടെ മുമ്പിലൂടെ നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമല്ലോ. പടക്കം ചോദിക്കുമ്പോൾ അവരെ കീശന്ന് പൈസ എടുത്ത് ഇന്നലെ തന്നെ പറഞ്ഞ വാക്കാത്. ഇപ്പോൾ പടക്കം വേണം മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് തുടങ്ങുന്നു. നമ്മൾ കാശെടുത്ത് മേടിച്ച് വെക്കണം. സർക്കാർ പിന്നെ അതിനത്. ആടാപ്പാറ പള്ളി വികാരി കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. ആനപ്പേടി കാരണം ജനങ്ങൾ പുറത്തിറങ്ങുന്നില്ല. വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി ആനശല്യം കാരണം ഇവിടെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് ഒരു നിലപാടും എടുക്കുന്നില്ല. പഞ്ചായത്തിൽ ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ 4 മാസമായി ഹാങ്ങിങ് സോളാർ ഫെൻസിങ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇവിടെ ജനവാസ കേന്ദ്രമാണ്. ഇന്നലെ ഇപ്പോൾ പലരും ഇവിടെ കിടന്നുറങ്ങാതെ ഇവിടുന്ന് കിലോമീറ്റർ അപ്പുറം ബന്ധുവീടുകളിൽ പോയി കിടന്ന് ഉറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇവിടുന്ന് 500 മീറ്റർ പോലും ദൂരമില്ല ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന ഈ നിലപാടിനെതിരെ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ, കാരണം കർഷക സംഘത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് പയ്യാവൂർ പഞ്ചായത്തിൽ LDF അധികാരത്തിൽ വന്നപ്പോൾ ഹാങ്ങിങ് സോളാർ ഫെൻസിങ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയാണെങ്കിൽ ഈ കാട്ടുമൃഗശല്യത്തിനെതിരെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം പഞ്ചായത്ത് പ്രസിഡന്റാണ് രാത്രി ഉറങ്ങാതെ നടക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്നില്ലല്ലോ. പരിഹാരമുണ്ടാക്കാൻ സാധിക്കാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന കൃത്യവിലോപനമാണ്, അനാസ്ഥയാണ്. ഇതിനൊരു പരിഹാരമുണ്ടായേ മതിയാവുള്ളൂ. ഇതിനൊരു പരിഹാരമുണ്ടായില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി കർഷക സംഘം മുന്നോട്ടിറങ്ങുമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂർ എയർപോർട്ടിൽ വീണ്ടും സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശി അഹമ്മദ് നിഷാദിനെ എയർപോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിഷാദിൽ നിന്നും 127 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു. വിപണിയിൽ ഏകദേശം 5,82,056 രൂപ മൂല്യമുള്ള സ്വർണമായിരുന്നു ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നത്.
എയർപോർട്ടിലെ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഇയാളെ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് പരിശോധിക്കുകയായിരുന്നു. പരിശോധനയിൽ കയ്യിൽ കരുതിയ ലഗേജിനുള്ളിൽ ഇൻസുലേഷൻ ടാപ്പ് പൊതിഞ്ഞ് സൂക്ഷിച്ച നിലയിൽ സ്വർണം കണ്ടെത്തുകയായിരുന്നു. പിടിച്ചെടുത്ത സ്വർണത്തിന് 127.56 ഗ്രാം തൂക്കം വരും. ഇതിന് വിപണിയിൽ ഏകദേശം 5,82,056 രൂപ മൂല്യമുണ്ട്. തുടർന്ന് ഇയാളെ എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കണ്ണൂർ സിറ്റി പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള എയർപോർട്ട് പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക സ്ക്വാഡാണ് സ്വർണം പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മുണ്ടയാട് വയൽത്തിറ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റാണിവിലാസം സ്കൂളിന് സമീപം ട്രാഫിക് മിറർ സ്ഥാപിച്ചു. സ്ഥിരമായി അപകടം നടന്നു വരുന്ന വളവിലാണ് മിറർ സ്ഥാപിച്ചത്. കൗൺസിലർ ധനേഷ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ പ്രശ്നങ്ങളിൽ മാതൃകാപരമായ ഇടപെടലുകളാണ് വയൽത്തിറ കമ്മിറ്റി ഇതുവരെ നടത്തിവന്നിട്ടുള്ളത്. തുടർന്നും ഇത്തരം ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനും സാമൂഹിക രംഗത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുമുള്ള പ്രോത്സാഹനം ജനങ്ങളിൽ നിന്നും ഉണ്ടാവണമെന്ന് ധനേഷ് മോഹൻ പറഞ്ഞു. കഴിഞ്ഞ വയൽത്തിറ കമ്മിറ്റി അവരെടുത്ത തീരുമാനം നമ്മുടെ നാടിനകത്തുള്ള ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അതേപോലെ തന്നെ നാടിനകത്ത് ഏതെങ്കിലും വിഷമഘട്ടങ്ങൾ വരുമ്പോൾ അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ആ കമ്മിറ്റിക്ക് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ വേളയിൽ നേടാനുള്ളത്. അതേപോലെ തന്നെ ഇനിയും ഇതുപോലത്തെയുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ വേണ്ടി വയൽത്തിറ കമ്മിറ്റിക്കും അതുപോലെ തന്നെ നാട്ടിലെ എല്ലാവിധ പ്രശ്നങ്ങളിലും സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ സാമൂഹ്യ കാര്യങ്ങളിലും എല്ലാം ഇടപെടാൻ വേണ്ടി ഈ വയൽത്തിറ കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വയൽത്തിറ ട്രസ്റ്റ് ചെയർമാൻ PP വസന്തൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് മെമ്പർമാരും കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പേ പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യാവൂരിൽ കാട്ടാന ശല്യം രൂക്ഷം. ഭീതിയോടെ ജനങ്ങൾ. കൃഷിയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യ ബോധവൽക്കരണവും. പഞ്ചായത്ത് തല ഇന്റർ സെക്ടറൽ മീറ്റിംഗും ആരോഗ്യരംഗത്തെ മികവുകൾ വിലയിരുത്തലും നടന്നു. തിരുവോണം ബമ്പർ പ്രകാശനം ചെയ്തു. രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക്. ഒന്നാം സമ്മാനം റെക്കോർഡ് തുകയായ 25 കോടി തന്നെ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wynard Village Resort. Touch your inner soul. Be at ease with yourself. സുന്ദരി മാറിൽ
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം സംഘടിപ്പിച്ചു. ഇരുവേരി CHCയുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചായത്ത് തല ഇന്റർ സെക്ടറൽ മീറ്റിംഗ് പഞ്ചായത്ത് പ്രസിഡന്റ് K. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ശുചിത്വ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വിമുക്തി എന്നുള്ള നിലക്കുള്ള ചില പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതിന് നല്ല പ്രവർത്തനങ്ങളാണ് വിമുക്തിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടന്നിട്ടുള്ളത്. മണ്ഡലത്തിൽ നമ്മൾ റിവ്യൂ നടത്തുമ്പോൾ എല്ലാ സ്കൂളുകളും വലിയ നിലക്കുള്ള ഒരു എഫർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് അതിലെ റിവ്യൂ മീറ്റിംഗിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. പ്രസീത അധ്യക്ഷത വഹിച്ചു. ഇരുവേരി CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ ക്ലാസ് എടുത്തു. പഞ്ചായത്തിലെ വിദ്യാഭ്യാസ അധികാരികൾ, ആയുർവേദ ഹോമിയോ മെഡിക്കൽ ഓഫീസർമാർ, കൃഷി, ICDS മൃഗസംരക്ഷണം വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളും മികവുകളും വിലയിരുത്തുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ KJ ബിന്ദു സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജിത് കുമാർ നന്ദിയും പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ജിഷ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ M. അജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഇരുവേരി CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ ക്ലാസ് എടുത്തു. നിങ്ങൾക്കറിയാലോ, 80കളിലൊക്കെ തുടങ്ങിയ സംഭവമാണെങ്കിലും അതിന്റെ കവറേജ് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ പിന്നെ ചില ഏരിയകളിൽ ഒരു റെസിസ്റ്റൻസും ഉണ്ട്. കുത്തിവെപ്പ് കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണോ, അത് അനാവശ്യമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കുറച്ച് നെഗറ്റീവ് ക്യാമ്പയിനുകളും വരാറുണ്ട്. പൾസ് പോളിയോ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ നിലവിലുള്ള കുത്തിവെപ്പുകൾ എടുക്കാതെ അല്ലെങ്കിൽ തുടങ്ങി വെക്കാതെ തന്നെ BCG പോലും കൊടുക്കാതെ അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കും BCG ചിലപ്പോൾ തുടങ്ങും, ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നതുകൊണ്ട് അതെടുക്കും. അത് കഴിഞ്ഞിട്ടുള്ള 1.5 മാസത്തെ 2.5 മാസത്തെ 3.5 മാസത്തെ കടലായി ഗ്രാമിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ സോമൻ കടലൂർ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലെ ഒരുപാട് സർഗാത്മകതയുള്ള, ഒരുപാട് വിജയം നേടിയ, ഒരുപാട് വിഷമം അനുഭവിച്ചിട്ട് ഉജ്ജ്വലമായ വിജയം നേടുന്ന നമ്മുടെ ഗ്രാമത്തിന്റെ പ്രത്യാശയെ പ്രതീക്ഷയായ ചെറുപ്പക്കാർ ആദരിക്കുന്ന ഗ്രാമിക എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും സത്യസന്ധരായ മനുഷ്യര്, ഈ ദേശത്തെ മനുഷ്യര് ഒത്തുചേർന്നു. നിങ്ങൾക്ക് ഒരുപാട് അവാർഡ്, ഒരുപാട് ക്യാമ്പസിൽ പോകേണ്ടിയാണ്. പക്ഷെ ഇതുപോലെ നിഷ്കളങ്കരമായ, സത്യസന്ധമായ, ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ ഉജ്ജ്വലമായ പ്രത്യക്ഷീകരണ രീതിയിൽ അവാർഡ് നിൽക്കുക. ഓസ്കാർ കിട്ടും, നോബൽ സമ്മാനം കിട്ടും, ജ്ഞാനപീഠം കിട്ടും, പലതും കിട്ടും. പക്ഷെ സാധാരണ മനുഷ്യന്മാര് അവരുടെ ദേശത്തെ കുഞ്ഞുമക്കൾ നേടിയ ഉറക്കമില്ലാത്ത രാത്രികളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കരാറിനകത്തെ വിദ്യാർത്ഥികളെയും മലേഷ്യയിൽ നടന്ന അന്തർദേശീയ ഡോഡ്ജ് ബോൾ മത്സരത്തിൽ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനായിരുന്ന മൃദുൽ ആനന്ദിനെയും ആദരിക്കുന്നതിനായിരുന്നു ഗ്രാമിക അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. ഗ്രാമിക ചെയർമാൻ ചന്ദ്രൻ മുള്ളങ്കണ്ടി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ K. ഷബീന ടീച്ചർ, കടലായി സൌത്ത് UP സ്കൂൾ HM K. സുരേഷ്, ജാസ്മിൻ സെയ്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മാനം മേടിക്കുമ്പോൾ അത് മറ്റേതൊരു അംഗീകാരത്തിനെക്കാട്ടിലും ഒരുപാടധികം ഉള്ളില് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അതെനിക്ക് വളരെ അഭിമാനം തന്നെയാണ്, ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അതുകൊണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും ആദ്യമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുകയാണ്. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റുന്നതും പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്നതും പാട്ട് പാടാൻ പഠിപ്പിക്കുന്നതും എല്ലാം
സുരേഷ് മാഷാണ്. ആദ്യമായിട്ട് എന്നെ സ്റ്റേജിൽ കയറ്റിയതും എന്നിൽ വിശ്വാസം അർപ്പിച്ചതും സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ടാണ് സാർ എന്നെ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ എന്റെ വളരെ നാളത്തെ ആഗ്രഹമാണ് സ്റ്റേജിൽ കയറുക, പ്രസംഗിക്കാന്നൊക്കെ ഉള്ളത്. എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയത് സാറാണ്. പിന്നെ അതിനുശേഷം ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതിന് ഞാൻ സാറിനോട് അധികം നന്ദി പറയും. സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി പ്രകാശനം ചെയ്തു. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ബമ്പർ ടിക്കറ്റ് പ്രകാശന കർമ്മം നിർവഹിച്ചു. 25 കോടി രൂപയാണ് ഇത്തവണയും തിരുവോണ ബമ്പറിന്റെ ഒന്നാം സമ്മാനം. കേരള സർക്കാരിന്റെ ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനം നടന്നു. ധനമന്ത്രി KN ബാലഗോപാലാണ് പ്രകാശന ചടങ്ങ് നിർവഹിച്ചത്. ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മികച്ച സ്വഭാവ നടനുള്ള 2022 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ PP കുഞ്ഞികൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഇത്തവണ തിരുവോണം ബമ്പർ സമ്മാനത്തുക 30 കോടിയാക്കാൻ ആലോചനയുണ്ടായിരുന്നുവെങ്കിലും ഭാഗ്യക്കുറി വകുപ്പിന്റെ ശുപാർശ ധനവകുപ്പ് തള്ളിയിരുന്നു. ഒന്നാം സമ്മാനം 25 കോടിയായി തന്നെ തുടരുമെന്നാണ് ധനമന്ത്രി അറിയിച്ചത്. കൂടുതൽ പേർക്ക് സമ്മാനം ലഭിക്കത്തക്ക വിധത്തിലാണ് ഓണം ബമ്പർ സമ്മാന ഘടനയിൽ മാറ്റം വരുത്തിയത്. ഇത്തവണ രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക് നൽകും. കഴിഞ്ഞ ഒരാൾക്ക് 5 കോടിയായിരുന്നു രണ്ടാം സമ്മാനം. മൂന്നാം സമ്മാനം 50 ലക്ഷം വീതം 20 നമ്പറുകൾക്ക് നൽകും. കഴിഞ്ഞ തവണ 1 കോടി വീതം 10 പേർക്കാണ് മൂന്നാം സമ്മാനമായി നൽകിയത്. ഇത്തവണ നാലാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്കും അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 10 പേർക്കും നൽകും. കഴിഞ്ഞ തവണത്തേക്കാൾ ആകെ സമ്മാനത്തുക ഇത്തവണ കൂടുതലാണ്. 125 കോടി 54 ലക്ഷം രൂപയാണ് ഇത്തവണത്തെ ആകെ സമ്മാനത്തുക. കഴിഞ്ഞ വർഷത്തെ പോലെ 500 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. സെപ്റ്റംബർ 20-നാണ് നറുക്കെടുപ്പ്. ഓണം ബമ്പർ ടിക്കറ്റുകളുടെ വിൽപ്പന 26-ന് മൺസൂൺ ബമ്പർ ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് നടക്കുന്ന ദിവസം തുടങ്ങും. പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ച ശേഷമാണ് ലോട്ടറിയുടെ സമ്മാനഘടനയിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തോട്ടട ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1986-87 SSC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. ഒരു വട്ടം കൂടി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മുൻ അധ്യാപകനും റിട്ടയർഡ് DYSPയുമായ M ധനഞ്ജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു. അവരുടെ മുൻപിൽ നിങ്ങളെല്ലാം അവരുടെ ഒരുമിച്ച് ഒത്തുചേർന്നു. ഇതുപോലെ അതിമനോഹരമായ ഒരു മഹത്തായ ഒരു കാരണവശാലും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ചു എന്നുള്ളത് ഒരുപാട് അതിന്റെ നന്ദി നിങ്ങളോട് രേഖപ്പെടുത്തുന്നതാണ്. പക്ഷേ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ ഉദ്ഘാടനത്തോടുകൂടി എല്ലാവർക്കും വേണ്ടിയിട്ട് അതിന്റെ നന്ദി നിങ്ങളുടെ മുന്നിൽ രേഖപ്പെടുത്തുന്നു. പൂർവ്വ വിദ്യാർത്ഥിനി ആശ PT അധ്യക്ഷത വഹിച്ചു. മുൻ അധ്യാപകരായ രാമചന്ദ്രൻ മാസ്റ്റർ, ഹമീദ് മാസ്റ്റർ, വിജയൻ മാസ്റ്റർ, വത്സല ടീച്ചർ, സരസ ടീച്ചർ, വിജയലക്ഷ്മി ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നേരത്തെ മൺമറഞ്ഞുപോയ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുസ്മരിച്ചുകൊണ്ട് സുമേഷ് CM അനുസ്മരണ പ്രഭാഷണം നടത്തി. പങ്കെടുത്ത മുഴുവൻ അധ്യാപകരെയും വീട്ടിൽ അവശതയിൽ കഴിയുന്ന അധ്യാപകരെയും വീടുകൾ സന്ദർശിച്ചും പൂർവ്വ വിദ്യാർത്ഥികൾ പൊന്നാടയണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചു. P. ലക്ഷ്മണൻ മാസ്റ്റർ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിച്ചു. ആശംസ നേർന്നുകൊണ്ട് ഇപ്പോഴത്തെ ഹൈസ്കൂൾ പ്രതിനിധി ഷൈമ ടീച്ചറും പ്രവാസികളായ വിദ്യാർത്ഥികളും ഓൺലൈനിലും സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സ്വയം പരിചയപ്പെടുത്തലും അധ്യാപകരുടെ മോട്ടിവേഷൻ ക്ലാസുകളും ചടങ്ങിന് കൊഴുപ്പേകി. കോർഡിനേറ്റർ ജിതേഷ് KM സ്വാഗതവും ഫൈസൽ CK കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഷാജിദ് PK, സുനിൽ, പ്രമോദ്, രഘുനാഥ്, രഞ്ജിനി എന്നിവർ നേതൃത്വം നൽകി. മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് പരിഷത്ത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VV ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. കിഴക്കിന്റെ രത്നം എന്നറിയപ്പെടുന്ന മണിപ്പൂരിൽ സ്ത്രീകളോടുള്ള ക്രൂര അക്രമം ഉടൻ നിർത്തുക, വംശീയ കലാപം അറുതി വരുത്തുക, സമാധാനം ഉറപ്പുവരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കണ്ണൂർ നഗരം ചുറ്റിയ പ്രതിഷേധ കൂട്ടായ്മ സ്റ്റേഡിയം കോർണറിൽ സമാപിച്ചു. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കണ്ണൂരിലെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പരിഷത്ത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VV ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KP പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സമിതി കൺവീനർ ധന്യറാം, ജില്ലാ സെക്രട്ടറി PT രാജേഷ്, സംസ്ഥാന ട്രഷറർ PP ബാബു, TV നാരായണൻ, PK സുധാകരൻ, PV രഹ്ന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ മേഖലാ തലത്തിലും പ്രതിഷേധ പരിപാടികൾ നടക്കുമെന്ന് പരിഷത്ത് ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മണിപ്പൂർ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ സംഘപരിവാർ നടത്തുന്ന ക്രിസ്ത്യൻ ഗോത്ര വംശഹത്യക്കെതിരെ വെൽഫെയർ പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് നടത്തി.
ജില്ലാ പ്രസിഡന്റ് സാധി ചോളിയിൽ ഉദ്ഘാടനം ചെയ്തു. രണ്ടര മാസമായി അക്രമം തുടരുന്ന മണിപ്പൂർ സന്ദർശിക്കുകയോ അക്രമം തടഞ്ഞു നിർത്താൻ ഒരക്ഷരം ഉരിയാടുകയോ പോലും ചെയ്യാത്ത പ്രധാനമന്ത്രി രാജ്യത്തിന് അപമാനമാണെന്നും തെരുവിലൂടെ 2 സ്ത്രീകളെ വിവസ്ത്രയാക്കി നടത്തിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ വൈറലായത് കണ്ട് വായ തുറന്നത് മുതലക്കണ്ണീർ മാത്രമാണെന്നും വംശഹത്യക്കിരയാവുന്ന ജനവിഭാഗത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയരണമെന്നും മാർച്ചിനെ അഭിസംബോധന ചെയ്ത ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഉളിയിൽ അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി ഈ രാജ്യത്തെ കട്ടുപിടിച്ച് ഈ രാജ്യത്തെ ഛിന്നഭിന്നമാക്കി RSSന് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ RSSനെതിരെ സംഘപരിവാർക്കെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ അക്രമങ്ങൾക്കെതിരെയുള്ള ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മാർച്ചിന് ജില്ലാ നേതാക്കളായ ഫൈസൽ മാടായി, ചന്ദ്രൻ മാസ്റ്റർ, CK മുനവീർ, ഷറോ സജ്ജാദ്, ഇംതിയാസ് താണ, ത്രേസ്യാമ്മ മാളിയക്കൽ, PV സാബിറ, CP രഹന ടീച്ചർ, KK നിൻസ്താർ, ഷുഹൈബ് കണ്ണൂർ, PP ഷാജഹാൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 5515, പവന് 44,120 രൂപ, വെള്ളി 80 രൂപ. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ നാളികേര കർഷകർക്കായുള്ള വളം വിതരണത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകന്റെ ആധാർ കാർഡ്, 2023-24 വർഷത്തെ ഭൂനികുതി അടച്ച രസീത്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോറത്തിനായി ബന്ധപ്പെട്ട കൗൺസിലർമാരെയോ സോണൽ കൃഷിഭവനിലോ ബന്ധപ്പെടേണ്ടതാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോറം 31/7/2023 വരെ അതത് കൃഷിഭവനുകളിൽ സ്വീകരിക്കുന്നതാണ്. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ജനകീയാസൂത്രണ പദ്ധതി 2023-24 പ്രകാരം പച്ചക്കറി തൈകൾ, തക്കാളി, പച്ചമുളക്, വഴുതനങ്ങ എന്നിവ വിതരണത്തിനായി എടക്കാട് കൃഷിഭവനിൽ എത്തിയിട്ടുണ്ട്. അപേക്ഷാ ഫോറം, പുതിയ നികുതി രസീത് എന്നിവ സഹിതം അപേക്ഷിക്കാവുന്നതാണ്. വനമിത്ര അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. കേരള വനം വന്യജീവി വകുപ്പ് വനമിത്ര 2023-24 പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. അതത് പ്രദേശങ്ങളിൽ കാർഷിക ജൈവ വൈവിധ്യം അടക്കം കാവ്, കണ്ടൽ വനം, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നിസ്വാർത്ഥമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാരിതര സംഘടനകൾ, കൃഷിക്കാർ തുടങ്ങിയവർക്ക് അപേക്ഷിക്കാം. പുരസ്കാരത്തിന് അർഹനാവുന്നവർക്ക് ഓരോ ജില്ലയിലും 25,000 രൂപ അവാർഡും ഫലകവുമാണ് ലഭിക്കുക. അപേക്ഷകർ അവാർഡിനുള്ള തങ്ങളുടെ അർഹത സാധൂകരിക്കുന്ന കുറിപ്പും ചിത്രങ്ങളും സഹിതം ഓഗസ്റ്റ് 30 വൈകിട്ട് 5 മണിക്കകം കണ്ണോത്തുംചാലിലെ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04972705 +1 രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നിന്നും 1192 അപേക്ഷകൾ തള്ളി. ഈ വർഷത്തെ +1 പ്രവേശനത്തിനുള്ള രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നിന്നും 1192 അപേക്ഷകൾ തള്ളി. ആകെയുണ്ടായിരുന്ന 19,247 വേക്കൻസിയിൽ പരിഗണിക്കുന്നതിനായി ലഭിച്ച 25,410 അപേക്ഷകളിൽ 24,218 അപേക്ഷകളാണ് അലോട്ട്മെന്റിനായി പരിഗണിച്ചത്. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിച്ചതിനു ശേഷം മറ്റു ക്വാട്ടകളിൽ പ്രവേശനം നേടിയ 489 അപേക്ഷകളും ഓപ്ഷൻ ഇല്ലാത്തതും മറ്റു കാരണങ്ങളാൽ അർഹതയില്ലാത്തതുമായ 703 അപേക്ഷകളും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പരിഗണിച്ചിട്ടില്ല. ഇത്തരത്തിൽ 1192 അപേക്ഷകൾ തള്ളി. സംവരണത്വം അനുസരിച്ച് നിലവിലുണ്ടായിരുന്ന വേക്കൻസി ജില്ല ഒരു യൂണിറ്റായി പരിഗണിച്ച് വിവിധ കാറ്റഗറി സീറ്റുകളായാണ് അലോട്ട്മെന്റിന് പരിഗണിച്ചത്. രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരം വിദ്യാർത്ഥി പ്രവേശനം ജൂലൈ 24 രാവിലെ 10 മുതൽ ജൂലൈ 25 വൈകിട്ട് 4 വരെയുള്ള സമയപരിധിക്കുള്ളിൽ നടത്തും. അലോട്ട്മെന്റ് വിവരങ്ങൾ http://admission.dge.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫാർമസിസ്റ്റ് ഒഴിവ്. ജില്ലാ ആശുപത്രിയിൽ സ്റ്റേറ്റ് എയ്ഡഡ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ജൂലൈ 29 രാവിലെ 10:30 ജില്ലാ ആശുപത്രിയിൽ നടക്കുന്ന അഭിമുഖത്തിന് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് സഹിതം ഹാജരാക്കണം. കാലാവസ്ഥ.
ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ പ്രവചിക്കുന്നത്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് യെല്ലോ അലർട്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ചൊവ്വാഴ്ച ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ബുധനാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വിദ്യാലയങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിരുന്നു. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ബാധകമായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ വ്യാപകമായി ലഭിച്ച സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, താഴ്ന്ന പ്രദേശങ്ങളിലും നഗരങ്ങളിലും വെള്ളക്കെട്ട് എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വിദർഭയ്ക്കും ഛത്തീസ്ഗഡിനും മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. തെക്ക് പടിഞ്ഞാറൻ മധ്യപ്രദേശിനും തെക്ക് കിഴക്കൻ രാജസ്ഥാനിനും വടക്ക് കിഴക്കൻ ഗുജറാത്തിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി കൂടി സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കളാഴ്ചയോടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ഒഡീഷ, ആന്ധ്രാപ്രദേശ് തീരത്തിനും സമീപത്ത് പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ. പയ്യാവൂരിൽ കാട്ടാന ശല്യം രൂക്ഷം. ഭീതിയോടെ ജനങ്ങൾ. കൃഷിയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യ ബോധവൽക്കരണവും. പഞ്ചായത്ത് തല ഇന്റർ സെക്ടറൽ മീറ്റിംഗും ആരോഗ്യരംഗത്തെ മികവുകൾ വിലയിരുത്തലും നടന്നു. തിരുവോണം ബമ്പർ പ്രകാശനം ചെയ്തു. 2ാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക്. 1ാം സമ്മാനം റെക്കോർഡ് തുകയായ 25 കോടി തന്നെ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.